നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് കോഴിക്കോട് നിന്നും റീന ടീച്ചർ. നമസ്കാരം ടീച്ചർ. നമസ്കാരം. ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്? ഞാൻ വെനാറിനി ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ. എത്ര പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്? ഞാൻ 48. ഏത് വിഷയമാണ് പഠിപ്പിക്കുന്നത്? ഞാൻ KG ടീച്ചറാണ്. കുഞ്ഞുമക്കളെയാണ് പഠിപ്പിക്കുന്നത്. കുഞ്ഞുമക്കളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയവും പഠിപ്പിക്കണം. എല്ലാ വിഷയവും അല്ലേ? അടുത്ത ആളെ വിളിച്ചോ, നമുക്ക് നോക്കാം ആരാന്നോ. നമ്മുടെ നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് കാസർഗോഡ് നിന്നും വർഗീസ് മാഷ്. വർഗീസ് മാഷേ നമസ്കാരം. നമസ്കാരം. വർഗീസ് മാഷ് അവിടുത്തെ ഡ്രില്ല് മാഷാണോ? അല്ല, പിന്നെ ഓടി വരുന്നത് കണ്ട ഡ്രില്ല് മാഷാന്നേ പറയുള്ളൂ. സ്പോർട്സിന് 100 മീറ്റർ ഓട്ടത്തിന് പിള്ളേരുടെ കൂട്ടത്തിൽ മത്സരിച്ച മാഷ് ഫസ്റ്റ് കിട്ടും. അല്ല, ഞാൻ അവിടെ ഞങ്ങൾ UP സ്കൂളാണ്, അവിടെ സ്പോർട്സ് ഇല്ല, മാർച്ച് ഇല്ല. UP-യിൽ സ്പോർട്സേ ഇല്ല. സ്പോർട്സ് മാർച്ച് വേണമെങ്കിൽ 500 കുട്ടികൾ കൂടുതൽ വേണം. സ്പോർട്സ് മാഷ് ഒരു സ്കൂളിൽ വേണമെങ്കിൽ ആ സ്കൂളിൽ 500 കുട്ടികൾ കൂടുതൽ വേണം. ഇത് എന്നെ സംബന്ധിച്ചൊരു പുതിയ അറിവാണ്. അപ്പൊ ഇപ്പൊ ആ സ്കൂളിൽ സ്പോർട്സ് മാഷ് ഇല്ല. ഞാൻ തന്നെയാണ് സ്പോർട്സിന്റെ ചാർജ്. സാറ് പഠിച്ച സ്കൂളിൽ സ്പോർട്സ് മാഷ് ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. ഞാൻ UP-യിൽ പഠിച്ചിട്ടില്ലായിരുന്നു, ഹൈസ്കൂളിൽ പഠിച്ചു. എനിക്ക് ആകെപ്പാടെ പ്രീഡിയിൽ വരെ പഠിച്ചിട്ട് സ്പോർട്സിന് ഒരേ ഒരു ഇനത്തിനെ ഫസ്റ്റ് കിട്ടിയിട്ടുള്ളൂ. 1ാം ക്ലാസ്സിൽ അന്നൊക്കെ കുളം കര എന്ന് പറഞ്ഞൊരു കുളം കര, ഇതിന് വേറെ ഒരു സ്പോർട്സ് ഇനത്തിന് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പൊ മത്സരമില്ല. രാവിലെ നടക്കാൻ പോകാറുണ്ടോ? ഉണ്ട്. അതിപ്പോ നിന്ന് കിതക്കണ മനസ്സിലാവും. അവിടെ നിന്ന് ഇവിടം വരെ വന്ന് നിന്നിട്ട് ഇല്ല. ഓക്കെ, നോക്കാം. നമുക്ക് അടുത്ത മത്സരാർത്ഥികൾ വരട്ടെ. ആരാ നല്ല അധ്യാപകൻ നമുക്ക് അറിയണമല്ലോ. വിളിച്ചോ. നമ്മുടെ നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് പാലക്കാട് നിന്നും ജിതിൻ ജോർജ്. ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു സ്കൂൾ അധ്യാപകന്റെ ലുക്കല്ല ഉള്ളത്. കോളേജ് ക്യാമ്പസിൽ ഒരു ചെറുപ്പക്കാരൻ, ക്യാൻറ്റീനിൽ കടം പറയുന്ന ചെറുപ്പക്കാരൻ, കോളേജിൽ ബൈക്ക് കൊണ്ടുവന്നതിന് സാറ് കോളേജിൽ നിന്ന് പുറത്താക്കിയ ഒരു ചെറുപ്പക്കാരൻ. പിള്ളേരങ്ങനെ പറയാറില്ലേ? ഇല്ല, പിള്ളേർ പറയാറില്ല. പിള്ളേർ സാർ എന്നുള്ള ഒരു വലിയ ബഹുമാനത്തോടെ തന്നെയാണ് കാണുന്നത്. ഞങ്ങൾ വളരെ സ്നേഹത്തോടെ, ഒരു എന്താ പറയാ, ഒരു അനുരഞ്ജനത്തോടെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എന്താ പറയാ, ഒരു നീക്കിരിപ്പോടെ. അല്ല, കുട്ടികൾക്ക് നിങ്ങളുടെ സ്കൂളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള അധ്യാപകൻ നിങ്ങളാണോ, അതോ വേറെ അധ്യാപകർ അവിടെ നിങ്ങളെക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന കുട്ടികളുണ്ടോ? ഇല്ല, അവിടെ ആകെ കൂടി ഒരു അധ്യാപകനേ ഉള്ളൂ. ഞാൻ ഏകാധ്യാപക വിദ്യാലയത്തിലെ അധ്യാപകനാണ്. ഏകാധ്യാപക വിദ്യാലയോ? ഞാനിപ്പോൾ വരുന്നത് പാലക്കാട് ജില്ലയിലെ പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന നെല്ലിയാമ്പതിയിലെ ചെറുനെല്ലി ഏകാധ്യാപക വിദ്യാലയത്തിൽ നിന്നാണ്. പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന നെല്ലിയാമ്പതിയിലെ ചെറുനെല്ലിയാമ്പതി ഏകാധ്യാപക വിദ്യാലയത്തിൽ നിന്നാണ് ഇദ്ദേഹം വന്നുകൊണ്ടിരിക്കുന്നത്. അതെന്താണെന്ന് എനിക്ക് വഴിയൊന്ന് പറഞ്ഞു തരണം കേട്ടോ. അപ്പൊ എപ്പിസോഡ് മുഴുവൻ ക്ഷമയോടെ കാത്തിരിക്കുക, എന്നാൽ മാത്രം നിങ്ങൾക്ക് ഏകാധ്യാപക വിദ്യാലയത്തെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അടുത്ത ആളെ വിളിച്ചോളൂ. നമ്മുടെ നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് എറണാകുളത്ത് നിന്നും പ്രീത ബാലകൃഷ്ണൻ. നമ്മുടെ ഫുൾ കണ്ടസ്റ്റന്റ് ആയോ? ഇല്ല, ഒരാൾ കൂടെ വരാനില്ലേ? വിളിക്കൂ. ഞാനടുത്ത് ആ കുട്ടി ആബ്സെന്റ് ആണ്. വിളിക്കൂ, ഹാജർ വിളിക്കൂ. അപ്പൊ നമ്മുടെ അവസാനത്തെ കുട്ടി എറണാകുളത്ത് നിന്നും ചിത്രാസുരൽ. എന്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു അനുഭവം ഒരു 20 വർഷങ്ങൾക്കോ 25 വർഷങ്ങൾക്ക് മുമ്പാണ്. പ്രോഗ്രസ് കാർഡിൽ അച്ഛൻ്റെ ഒപ്പം ഞാൻ തന്നെ ഇട്ടുകൊണ്ട് പോയ ദിവസം സ്റ്റാഫ് റൂമിൽ എന്നെ പിടിച്ചു നിർത്തി. ആ സ്കൂളിലുള്ള എല്ലാ ടീച്ചർമാരും എനിക്ക് ചുറ്റും വട്ടം നിന്ന് ഏതോ വ്യാജമദ്യ കേസിലെ പ്രതിയെ നോക്കുന്ന പോലെ എന്നെ നോക്കിയിരുന്നു. അതുപോലെ എനിക്ക് ചുറ്റും ഇന്ന് ടീച്ചർമാരാണ് നിൽക്കുന്നത്. ഇവരുമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ മത്സരം. നമ്മളെല്ലാവരും പരിചയപ്പെട്ടു. പക്ഷേ 2 ടീച്ചർമാരുടെ മാത്രം വിശേഷങ്ങൾ കുറച്ചുകൂടെ അറിയാനുണ്ട്. ഏത് വിഷയമാണ് പഠിപ്പിക്കുന്നത്? മലയാളം. മലയാളം നന്നായിട്ട് പറയാൻ അവകാശപ്പെട്ടൊരു കുട്ടി നിൽക്കുന്നു. ആ കുട്ടി ഉത്തരം പറയാത്തൊരു ചോദ്യം ആ കുട്ടിയോട് ചോദിക്കണേ. നിങ്ങളുടെ മനസ്സിൽ സാധാരണ ടീച്ചേഴ്സിന്റെ കാഴ്ചപ്പാടുള്ള ടീച്ചർ അല്ല ഞാൻ. അതുകൊണ്ട് ആ കുട്ടിയെ വിഷമിപ്പിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അല്ല, ഒരു ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ അങ്ങനെ കുട്ടികളെ പീഡിപ്പിക്കാൻ പാടില്ല, ചോദ്യം ചോദിച്ച് പീഡിപ്പിക്കാൻ പാടില്ല. അതൊക്കെ കുട്ടികളല്ലേ, ഇവരെയൊക്കെ പിടിപ്പിച്ച കേസ് വേറെയാണ് കേട്ടാ. ഏതാണ്? തന്മ നിർദ്ദേശിക കർത്ത പ്രതിഗ്രാഹിക കർമ്മമേ ആൽ പ്രയോജകയാം ഹേതു ഉടേ സംബന്ധിക സ്വത. ഇതെന്താണ് സംഭവം? ഇല്ല, വേണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. എന്താണ് അതെന്താണ് സംഭവം? അതെല്ലാം വിഭക്തി പ്രത്യയങ്ങൾ. വിഭക്തി പ്രത്യയം. കണ്ട എന്റെ ദൈവമേ, ഞാനത് പറഞ്ഞിട്ട് തെറ്റിപ്പോയില്ലല്ലോ. ദൈവം, എന്റെ സ്കൂളിൽ പഠിക്കുന്ന ഇത്തരം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇന്ന് എറണാകുളം കളക്ടർ ആവേണ്ട ആളാ. എന്നിട്ട് അന്ന് പറയാൻ പറ്റിയില്ല. ഇപ്പൊ ഇവിടെ നിൽക്കുക. ഏതാണ് വിഷയം? ഇംഗ്ലീഷ്. ഇംഗ്ലീഷ്. നിങ്ങൾ ഒന്ന് സംസാരിക്കും. ഹലോ 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 ഹലോ. ഹായ്. ഹലോ. So, how old are you? I am fine, thank you. I'm fine, thank you. Thank you. Do you know Martin Luther King? I don't know. You don't know? You know William Shakespeare? I know. I know? I know. Okay. അത് ആ ചോദ്യത്തിലില്ല. ഇനി ചോദ്യം വരുമ്പോൾ കുറെ ഐനോകൾ പറയേണ്ടി വരും കേട്ടോ. ഇതെന്റെ മാക്സിമം. ഞാൻ ആകെ ഈ പരിപാടിയെ ബന്ധപ്പെട്ട് ഹാവ് എ ഷോർട്ട് ബ്രേക്ക് എന്നൊരു ഇംഗ്ലീഷ് മാത്രമേ പഠിച്ചു വെച്ചിട്ടുള്ളൂ. അത് ഇപ്പൊ ആ കുട്ടിയെ പറയുന്നതെന്ന് പറഞ്ഞ് രക്ഷപ്പെട്ട് നിൽക്കുകയാണ്. ഇതിൽ 4 പേർക്ക് ഇവിടെ ഞങ്ങളോടൊപ്പം മത്സരിക്കാനുള്ള അവകാശമുള്ളൂ. ഇതിൽ ഒരാൾ
ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഇവിടെ നിന്ന് ഔട്ടായി പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വേദനാജനകമായ ഒരു കാര്യം. അതിനിവിടെ ഒരു ചെറിയ ഒരു സൂത്രവാക്യം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ നമ്പർ അടിസ്ഥാനത്തിൽ അതിന് തൊട്ട് മുകളിലുള്ള പടിയിലേക്ക് എല്ലാവരും ഒന്ന് കയറി നിന്നോളൂ. അധ്യാപകരുടെ ഏറ്റവും വലിയ പ്രാർത്ഥന തന്റെ വിദ്യാർത്ഥികൾ രക്ഷപ്പെടണേ എന്നുള്ളതാണ്. എന്നാൽ ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ ഏതൊക്കെയോ സ്കൂളുകളിൽ ഇരുന്ന് ഇവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ഞങ്ങളുടെ അധ്യാപകർ രക്ഷപ്പെടണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇവർ നിൽക്കുന്നത്. നമ്മൾ അരിയിൽ ഹരിശ്രീ ഗണപതായ നമ അവിഘ്നമസ്തു എന്ന് എഴുതി തുടങ്ങിയ നിങ്ങളുടെ കൈകളിലേക്ക് ഇപ്പോൾ നന്ദിനി എന്ന കുട്ടി ഓരോ മാജിക് സ്ലേറ്റ് തരും. നിങ്ങൾക്ക് ഔട്ടാക്കേണ്ട ആളുടെ നമ്പർ എഴുതിക്കോളൂ. One, two, three. ഇവിടെ എന്തോ ഗൂഢാലോചന സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ ഗൂഢാലോചനയല്ല സംഭവിച്ചത്. ഇത് എനിക്ക് തോന്നുന്നു ഇവരെല്ലാവരും ഏകാധ്യാപകൻ, ഡ്രില്ല് മാഷ്, അങ്ങനെ ഇങ്ങനെ. പക്ഷെ ഒരു ടീച്ചർ മാത്രം നമ്മളോട് പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ടീച്ചർ അല്ല ഞാൻ. അപ്പൊ ആ ടീച്ചർ എന്തൊക്കെയോ കുറെ കൂടുതൽ ചെയ്യും പറയും എന്ന് മറ്റുള്ളവരെല്ലാവരും വിചാരിച്ചു. അങ്ങനെ നോക്കുമ്പോൾ ഇതില് എന്റെ ടീച്ചർ ഒരു സ്റ്റെപ്പ് ഇറങ്ങിയിട്ടൊന്ന് അങ്ങോട്ടൊന്നും നോക്കിക്കേ. ടീച്ചർ ഒരു സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ആ കാഴ്ച ഒന്ന് കാണുക. ടീച്ചർ എന്താണ് ഇവരോട് ചെയ്തത്? ആദ്യം ഒരാള് നമ്മുടെ ഭാഗത്തു നിന്നും ഔട്ടായി പോയേണ്ടത് സ്വാഭാവികമായിട്ടും നമ്മുടെ ടീച്ചറാണ്. ടീച്ചർ എന്തുകൊണ്ടാണ് നേരത്തെ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു ടീച്ചർ അല്ല ഞാൻ എന്ന് പറഞ്ഞത്? ടീച്ചറല്ലേ, ഒരമ്മയുടെ മനസ്സുണ്ടാവും, അല്പ സത്യസന്ധതയും ആത്മാർത്ഥതയൊക്കെ കൂടെ ഉണ്ടാവും. സത്യസന്ധതയും പക്ഷേ ഇതൊരു മത്സരമാണ്. ഇത് ഭാഗ്യം മാത്രമാണ്. ഇത് മത്സരത്തിന്റെ ഒരു പ്രശ്നമല്ല. കപടമായി ഈ ലോകത്ത് നല്ലൊരു മനസ്സുണ്ടായി പോയതാണ് എന്റെ കുഴപ്പമെന്നാണ് ബാബുവാനെ ഏതോ കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും നല്ല മനസ്സുള്ളവരാണ്, പക്ഷെ ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റിൽ ആരും അങ്ങനെ കാണാൻ പാടില്ല. പക്ഷെ എന്തുകൊണ്ടായിരിക്കും ടീച്ചർ ഇവരെല്ലാവരും ടീച്ചറിന്റെ പേര് എഴുതിയത്? അറിയില്ല. ടീച്ചർ നിന്നിരുന്നെങ്കിൽ ജയിക്കും, ഭാവിയിൽ ഇയാള് അങ്ങനെയാണ് കംസൻ കൃഷ്ണനെ കൊല്ലാനൊക്കെ വളർന്നാൽ പ്രശ്നക്കാരനാണെന്ന് നേരത്തെ മുൻകൂട്ടിയുള്ള തിരിച്ചറിവിൽ നിന്നാണ് അങ്ങനെയൊക്കെ കഥകൾ ഉണ്ടായത്. ഞാൻ ഇവരോട് ഒന്ന് ചോദിച്ചോട്ടെ, എന്തുകൊണ്ടാണ് ഇവര് എല്ലാവരും ടീച്ചറിന്റെ പേര് എഴുതിയതെന്ന്? ആ ടീച്ചർ എന്തുകൊണ്ടാണ് ഈ ടീച്ചറിന്റെ പേര് എഴുതിയത്? ടീച്ചർ മുമ്പോട്ട് പോയാൽ സ്വാഭാവികമായിട്ട് ഞങ്ങളെ തോപ്പിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും എഴുതാൻ എളുപ്പമുള്ള നമ്പർ 1 ആണ്. അതുകൊണ്ട് ഞാൻ ഒന്ന് ഏറ്റവും എഴുതാൻ എളുപ്പമുള്ള നമ്പർ 1 ആണ്. അങ്ങനെ എഴുതുന്നുള്ള ഒരു അക്ഷരം നിങ്ങൾ ജീവിതത്തിൽ എഴുതിയിട്ടുണ്ടാവുമല്ലോ. ജിലേബി പോലെ ഇരിക്കണം, എഴുതാൻ ഭയങ്കര പാടാ. ഒന്ന് വളരെ എളുപ്പമാണ്. അടുത്ത ആള് അത് തന്നെ. ഏറ്റവും എളുപ്പം തോപ്പിക്കാൻ പാടുള്ളത് ടീച്ചറിനെയാണ്. എല്ലാറ്റിൻ്റെയും തുടക്കം 1 നിന്നാണല്ലോ. അപ്പോൾ 1 മായ്ച്ചു കളയാന്ന് വെച്ചു, അത്രേ ഉള്ളൂ. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഇവരെല്ലാം എന്നെ നമ്പർ 1 ആയി കണ്ടു, അതായത് ഏറ്റവും മികച്ചതായി കണ്ടു എന്ന്. ടീച്ചറിന് ഇതര ഞാനിങ്ങനെ ടീച്ചറിന്റെ പ്രൊഫൈൽ വായിച്ചു. അപ്പോൾ ടീച്ചർ ഒരു നല്ല കഥകളി കലാകാരിയാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയാണോ? ടീച്ചറിന് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ടീച്ചർ പോകരുത്. ടീച്ചർ തൽക്കാലം ഒന്ന് അങ്ങോട്ടേക്ക് നീങ്ങി നിൽക്കുക. നിങ്ങൾ 4 പേരും നമ്മുടെ ഹോം മിനിസ്റ്ററിന്റെ ഇന്നത്തെ മത്സരാർത്ഥികളായി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞു. വളരെ ദൂരെ നിന്നും മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തുക, ആദ്യത്തെ റൗണ്ടുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ പുറത്താകുക. ഇത് വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും ടീച്ചർ പറഞ്ഞത് എല്ലാവരും ഒന്നെന്ന് എഴുതിയപ്പോൾ എന്നെ ഇതിൽ ഒന്നാമനായി കണ്ടു എന്നുള്ളതാണ്. അതൊരു വലിയ പോസിറ്റീവ് എനർജിയാണ് നമുക്ക് പകർന്നു തരുന്നത്. ഈ എപ്പിസോഡിൽ എങ്ങനെയാണ് അധ്യാപകർ മാതൃകയാകേണ്ടത് എന്ന് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ടീച്ചർ ഇവിടെ നിന്ന് വിടവാങ്ങുന്നത്. ഹരിണാക്ഷി ജന മൗലി മണേ നീ ഹരിണാക്ഷി
ജന മൗലിമണി നീ എന്നരികിൽ വരിക മാലിനി എന്നരികിൽ വരിക മാലിനി എന്നരികിൽ വരിക മാലിനി എന്നരികിൽ വരിക മാലിനി എന്നരികിൽ. വളരെ സന്തോഷം. നിങ്ങളെല്ലാം കൂടെ ചെയ്ത ചതി മനസ്സിലായി. ഞങ്ങൾക്ക് ഈ 1 മണിക്കൂർ ഇവിടെ കഥകളി നിർഭരിതമായ ഒരു എപ്പിസോഡാണ് എല്ലാവരും കൂടെ നഷ്ടപ്പെടുത്തി തന്നത് കേട്ടോ ടീച്ചർ. അപ്പോൾ ഇവരെല്ലാം കൂടെ ചെയ്ത ഈ ആരോഗ്യപരമായ ചതിക്ക് നമുക്ക് നിങ്ങൾക്കൊക്കെ സമ്മാനം കിട്ടാതെ പോട്ടെ എന്ന് മുദ്രയിലൂടെ എങ്ങനെ കാണിക്കാൻ പറ്റും? ഇതിപ്പോ ഞാനൊരു കഥകളി കലാകാരി മാത്രമാണെങ്കിൽ എനിക്ക് മുദ്രയിലൂടെ കാണിക്കാം. ഗു ശബ്ദം അന്ധകാരം തൻ രു ശബ്ദം തൻ നിരോധകം. ഇത് ഞാൻ പറയാം. അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ഓരോ അബദ്ധങ്ങളെയൊക്കെ ചെയ്യുന്നു. പക്ഷേ എനിക്ക് ഭാഷാപിതാവായ തുഞ്ചത്താചാര്യന്റെ വരികള് ഒന്ന് പറയാൻ ആഗ്രഹമുണ്ട്. താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകേവരൂ. താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകേവരൂ. ടീച്ചറെ ശരിക്കൊന്നും വേണ്ട. ഇന്നത്തെ എപ്പിസോഡിന് നാഴികക്കല്ലായ ടീച്ചർ വെറുതെ പോവാൻ ഞങ്ങൾ അനുവദിക്കില്ല. കുറച്ച് സമ്മാനങ്ങളുമായിട്ട് വേണം ടീച്ചർ ഇവിടുന്ന് പോവാൻ. സമ്മാനങ്ങൾ നന്ദിനി തരും.